ഈ പൊരിയുന്ന വെയിലത്തും അന്നദാനത്തിന് ഒരു കൂടി അന്നദാനത്തിന് വേണ്ടി കാത്തുക്കുന്ന ഭക്തജനങ്ങളുടെ കൂടിയാണ് ഞാനില്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം അന്നദാനത്തിന്റെ ക്യൂവിലാണ് കേട്ടോ. ഗൈസ്, അന്നദാനത്തിന്റെ അടുത്ത് ഫുള്ള് പാട്ടുകാരനെ, ഫുള്ള് വിശ്വാസം കേട്ടോ, ഫുള്ള് ഗായകന്മാർ. ഗൈസ്, തൃക്കരിപ്പൂർ രാമവില്യം കഴകം ശനിയാഴ്ച രാത്രി 9:45 ഞങ്ങൾ അവിടെ എത്തി. അമ്പല പരിസരങ്ങളും അമ്പലങ്ങളും വർണ്ണശബളമായ വെളിച്ചങ്ങൾ കൊണ്ടും പല നിറത്തിലുള്ള തോരണങ്ങൾ കൊണ്ടും രാത്രിയിലുള്ള ഈ കാണുന്ന കാഴ്ചകളൊക്കെ അമ്പലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച നിമിഷം. അന്നേ രാത്രി തെയ്യക്കോലങ്ങളല്ല, മറിച്ച് തോറ്റങ്ങളായിരുന്നു ഞങ്ങൾ കണ്ടത്. ആ സമയത്താണ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അപ്പുറത്ത് തെയ്യമുണ്ട്. കുഞ്ഞിനെയും വാങ്ങിച്ച് നേരെ തെയ്യത്തിന്റെ അടുത്തേക്ക്. സാക്ഷാൽ പടവീരൻ തെയ്യം. ഇല്ല, നമ്മൾ തളർന്നില്ല. വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വന്നു ഗൈസ്. 25 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സാക്ഷാൽ ശ്രീ പടക്കത്തി ഭഗവതിയും ആര്യക്കര ഭഗവതിയും കാണാൻ. വലിയ താടിയുള്ള AK-47 പിടിച്ചു നിൽക്കുന്നതാണ് സാക്ഷാൽ ശ്രീ പടക്കത്തി ഭഗവതി. ഇത് ആര്യക്കര ഭഗവതിയും. അകത്ത് പോയി ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഞാൻ മതിലിനും അപ്പുറത്ത് ദൂരെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. സീബ്രയെ പോലെ തോന്നിപ്പിക്കുന്ന കുറച്ച് വളണ്ടിയർമാർ വിശപ്പിന്റെ സൈറം മുഴങ്ങി നേരെ ഭക്ഷണശാലയിലേക്ക്. ചൂട് കാരണം തല വെട്ടിപ്പൊളക്കുന്നത് പോലെ. ഇതുപോലുള്ള കളിയാട്ടത്തിൽ പങ്കെടുക്കാനും ആൾക്കൂട്ടത്തിൽ ഇതുപോലെ ഒരുമിച്ച് നിൽക്കാനും നമ്മുടെ ചുറ്റിലും കുറെ കലാകാരന്മാരുണ്ട്. അവരുടെ പാട്ട് കേട്ടിട്ടാണ് അന്നദാന പന്തിയിലേക്ക് നമ്മൾ പോയത്. അങ്ങനെ 2.25 മണിക്കൂർ ക്യൂവിൽ ഈ കലാകാരന്മാരോട് കൂടി നിന്നിട്ടാകുമ്പോൾ സമയം പോയത് അറിഞ്ഞിട്ടാണ് നേരെ പന്തിയിലേക്ക്. നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഈ അന്നദാനം കഴിച്ചപ്പോൾ 100 ഇരട്ടി സ്വാദുള്ള ഭക്ഷണമായി തോന്നി. ശുഭം.